അങ്ങ് 10,000 രൂപ ഇനാം നൽകുമെന്നാണ് ബിജെപിയുടെ സംസ്ഥാന ട്രഷററായിട്ടുള്ള ഇ കൃഷ്ണദാസ് പറയുന്നത്. എങ്ങനെയാണ് അതിനോട് അങ്ങ് പ്രതികരിക്കുന്നത്? ആ വിഷയത്തിൽ അങ്ങ് നിലപാട് അറിയിച്ചിട്ടുണ്ടോ ഇതുവരെ? ഞാൻ എൻ്റെ 2 ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടിലും ആ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1-2 പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മറ്റതെല്ലാം പിന്നെ ഈ ഒരു രാഷ്ട്രീയ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതായിട്ട് എടുത്താൽ മതിയല്ലോ. കവിഞ്ഞൊരു ഗൗരവം കൊടുക്കണ്ടെന്ന് തോന്നുന്നു. പൂക്കോട് വിഷയത്തിലെ സംഭവം അത് ഒരു നിലയ്ക്കും കേരളത്തിൽ നടന്നുകൂടാത്ത വളരെ ഹീനമായ ഒരു ആക്രമണമായിട്ടാണല്ലേ കാണാൻ പറ്റുള്ളൂ. അതൊരു ആൾക്കൂട്ടാക്രമണത്തിൻ്റെ സ്വഭാവത്തിലാണ് അത് പോയത്. ഒരു നിലയ്ക്ക് അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടായാൽ വച്ചു പൊറുപ്പിക്കാനും പാടില്ലാത്തൊരു കാര്യമാണ്. ആ കാര്യം ഇപ്പം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ സാർവത്രികമായി അത് മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ ഗവൺമെൻറ് ആയാലും പാർട്ടികളായാലും വിദ്യാർത്ഥി സംഘടനകളായാലും എല്ലാം ഈ വിഷയത്തിൽ ആ കാര്യം ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് പൂക്കോട് സംഭവം എന്നത് ഏതെങ്കിലും ഒരാളതിന് വേണ്ടി ന്യായീകരിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അതിൽ അങ്ങനെ ഒരു തർക്ക വിഷയം ആ വിഷയത്തിൽ വാസ്തവത്തിലില്ല. പിന്നെ നമ്മുടെ ചുറ്റും വരുന്ന ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെ മുൻനിർത്തി അതിനൊരു വലിയ വാദകോലാഹലാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നതല്ലേ ഉള്ളൂ. അതിനപ്പുറം ആ വിഷയത്തെ സാധൂകരിക്കാനോ അതിനു വേണ്ടി വാദിക്കാനോ ഒരാളും തന്നെ മുമ്പോട്ട് വന്നതായിട്ട് ഞാൻ കണ്ടില്ല. SFIയുടെ തന്നെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ അവരും അതിനകത്ത് തങ്ങളുടെ സംഘടനാ പ്രവർത്തകർക്കുണ്ടായിട്ടുള്ള പോരായ്മയെ തള്ളി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരും ആ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട് എന്ന് അവരും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ആ വിഷയം ആ നിലയിൽ ആരെങ്കിലും ഏറ്റെടുത്തിട്ടുള്ളൊരു കാര്യമല്ല. അല്ല, SFIയുടെ സ്റ്റേറ്റ് നേതാവ് തന്നെ അത് പറഞ്ഞല്ലോ. SFIയുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരു നിലയ്ക്കും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ അത്തരം ഒരു പ്രവൃത്തി ഉണ്ടായാൽ അത് തടയാൻ ഉത്തരവാദിത്തമുള്ളവരാണല്ലോ SFI പ്രവർത്തകർ. SFI അങ്ങനെയാണ് ഇക്കാലം അത്രയും വളർന്നു വന്നിട്ടുള്ളത്. SFI ആകമാനം ഇതാണെന്ന് ഞാൻ കരുതുന്നുമില്ല. പക്ഷേ SFIയുടെ നേതൃനിരയിലുള്ള ആളുകൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഇത്തരത്തിലുള്ള വലിയ കടന്നാക്രമണങ്ങൾ SFI നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് വാസ്തവം. വാസ്തവത്തിൽ അത് SFIക്കെതിരെ കൂടിയാണ്. ഈ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും SFIക്കെതിരാണ്. വർഗീയതയെ ചെറുക്കുന്നു എന്നുള്ളത് കൊണ്ട് അത്തരം പ്രസംഗങ്ങൾ നടത്തുന്നുള്ളതുകൊണ്ട് സംഘപരിവാർ അങ്ങേ ഒറ്റ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടല്ലോ. നിരന്തരമായിട്ടുണ്ട്. അത് എന്താ പറയുക, ചെറിയ ഭീഷണികൾ മുതൽ വലിയ തോതിലുള്ള അപവാദ പ്രചരണങ്ങൾ വരെ പല രൂപത്തിലുണ്ട്. അതിനിയും ഉണ്ടാവും. അതിപ്പോൾ നമ്മളിതിനെ നേരിട്ടല്ല ഇത്രയും കാലം നിന്നത്. ഇനി അങ്ങനെ തന്നെ. സാംസ്കാരിക നായകർക്കെതിരായിട്ട് പൊതുവെ സമൂഹത്തിൽ നിന്ന് വലിയ വിമർശനം ഉയരുന്നുണ്ട്. വടക്കേ ഇന്ത്യയിൽ നടക്കുന്നത് ഇപ്പം റഫീഖ് അഹമ്മദ് പോലും കഴിഞ്ഞ ദിവസം ഒരു കാർട്ടൂൺ രൂപത്തിലൊക്കെ തന്നെ വലിയ അതിലൊന്നും വലിയ വസ്തുത ഞാൻ കാണുന്നില്ല. കാരണം കേരളത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുവിധപ്പെട്ട എല്ലാവരും അവരുടേതായ രീതികളിൽ പ്രതികരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഷയം ഉണ്ടായ ആ സെക്കൻഡിലാണോ പ്രതികരിക്കേണ്ടത് അതോ തൻ്റേതായ രീതിയിൽ ആലോചിച്ചാണോ എന്നൊക്കെ ഉള്ളത് ആളുകൾ അവരവരുടെ രീതിയിൽ. ഇതിനനുകൂലമായിട്ടൊരാളും വന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഇതിനെ എല്ലാവരും തന്നെ പല നിലയിൽ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പോലുള്ള വിദ്യാർത്ഥി സംഘടനയൊക്കെ ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണോ? അല്ല, അത് SFIയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് തന്നെ ആ ഇൻ്റർവ്യൂ നിങ്ങൾ ഇന്നലെ നോക്കിയാൽ കാണാമല്ലോ. അവർ തന്നെ അക്കാര്യത്തിൽ തങ്ങളുടെ പ്രവർത്തകരിൽ ഉൾപ്പെട്ടതിലുള്ള അത് തെറ്റായൊരു പ്രവണതയായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് ഇനിയിപ്പോൾ SFI എന്നല്ല, ആരായാലും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു സമൂഹത്തിൻ്റെ പൊതുരീതിക്ക് ജനാധിപത്യപരമായ രീതികൾക്ക് നിരക്കാത്ത മട്ടിൽ പ്രവർത്തിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത് SFIയുടെ വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SFIയുടെ നേതൃനിരയിലുള്ള ആളുകൾ അത് തടയാൻ ബാധ്യതപ്പെട്ടവരായിരുന്നു. അതിന് പകരം അവരതിൽ ഉൾപ്പെട്ടു പോകുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു പോരായ്മയാണ്. അത് SFI തന്നെ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കാണുന്നത്.